നൽകുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഈ പകൽക്കാലത്തിൽ നിങ്ങളോട് ഒന്നിച്ചായിരിക്കാൻ പരിശുദ്ധാത്മാവ് തന്ന വിലയേറിയ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസി ബീന അജയ് നടത്തുന്ന ഈ സ്പെഷ്യൽ മീറ്റിംഗിൽ എനിക്കും സംബന്ധിപ്പാൻ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ സംബന്ധിപ്പാൻ കർത്താവ് തന്ന വിലയേറിയ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനകത്ത് ചില പരിചയ മുഖങ്ങളെ ഞാൻ കാണുന്നുണ്ട്. റോഷ്ന, ഞാൻ മനസ്സിലാക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്ന് കയറുന്ന റോഷ്നയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കർത്താവിന്റെ ദാസി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ദാസിയാണ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പോൾസൺ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. അദ്ദേഹവും ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ അടുത്ത നല്ലൊരു സുഹൃത്തും ഞങ്ങളുടെ ചർച്ചിലെ ഒരു സീനിയർ പാസ്റ്ററുമാണ് അദ്ദേഹം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ കർത്താവിന്റെ ദാസൻ ജെറി ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ ചർച്ചിനകത്തെ സീനിയർ പാസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഞങ്ങളുടെ ചർച്ച് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ എല്ലാവർക്കും അദ്ദേഹവുമായിട്ട് ഒന്ന് അസോസിയേറ്റ് ചെയ്യുവാനും ഒരു മീറ്റിങ്ങിലൂടെ പങ്കെടുപ്പാനും കർത്താവ് തന്ന വിലയേറിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തയേശുവിന്റെ നാമത്തിലുള്ള എൻ്റെ വന്ദനത്തെ ഞാൻ പങ്കുവെച്ച് ഞാൻ നേരെ സന്ദേശത്തിലേക്ക് കടന്നു പോകാൻ ദൈവകൃപയിലേക്ക് ശരണപ്പെടുകയാണ്. നമുക്ക് ഒരു വാക്യം വായിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. പുറപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം, അതിന്റെ 13-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം കൈതൊടാതെ അവനെ കല്ലെറിഞ്ഞോ എയ്തോ കൊന്നുകളയണം. മൃഗമായാലും മനുഷ്യനായാലും ജീവനോടിരിക്കരുത്. കാഹളം ദീർഘമായി ധ്വനിക്കുമ്പോൾ അവർ പർവ്വതത്തിന് അടുത്ത് വരട്ടെ. കാഹളം ദീർഘമായി ധ്വനിക്കുമ്പോൾ അവർ പർവ്വതത്തിന് അടുത്ത് വരട്ടെ. ഞാൻ ഈ ദിവസങ്ങളെല്ലാം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കാഹളം എന്ന് പറയുന്ന സബ്ജക്റ്റ്. അതിന്റെ 2-ാം ഭാഗം പറ്റുകയാണെങ്കിൽ ഇന്ന് എടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന്റെ 1-ാം ഭാഗം ഞാൻ ചില ദിവസങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ 2-ാം ഭാഗം ഇന്ന് എടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു, സമയം കിട്ടുകയാണെങ്കിൽ. കാഹളത്തെക്കുറിച്ചുള്ള വിശുദ്ധ ബൈബിൾ തരുന്ന 1-ാമത്തെ വാക്യം ഇതാണ്. പുറപ്പാട് 19-ാമത്തെ അധ്യായം, അതിന്റെ 13-ാമത്തെ വാക്യം. കാഹളത്തെക്കുറിച്ചുള്ള ആദ്യത്തെ വാക്യം ഇതാണ്. എന്നാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വേദപുസ്തകം ക്രോഡീകരിച്ച ഒരു രീതിയുണ്ട്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഇങ്ങനെയാണ് 66 പുസ്തകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കാഹളം എന്ന് പറയുന്നത് 1-ാമത്തെ വാക്യമായി വരുന്നത് ഈ സ്ഥലത്താണ്. എന്നാൽ നിങ്ങൾ മറ്റൊരു വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. ഇയ്യോബിന്റെ പുസ്തകം 39-ാമത്തെ അധ്യായം, അതിന്റെ 24, 25 വാക്യങ്ങൾ. തൽക്കാലം 24 അത് വേണം നമുക്ക്. തൽക്കാലം 25-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 25-ാമത്തെ വാക്യം. കുറവുള്ളത് കൊണ്ട് നമുക്ക് 25-ാമത്തെ വാക്യം, നിങ്ങൾ പിന്നീട് 24-ാമത്തെ വാക്യം നോക്കിയാൽ മതി. കാഹളനാദം ധ്വനിക്കും തോറും അത് ഹാ ഹാ എന്ന് ചിലയ്ക്കുന്നു. പടയും പടനായകന്മാരുടെ മുഴക്കവും ആർപ്പും ദൂരത്ത് നിന്ന് മണക്കുന്നു. ദൈവം ഇയ്യോബിനോട് നേരിട്ട് പറയുന്ന വാക്യമാണിത്. നമുക്കറിയാം, ഉൽപ്പത്തിയും പുറപ്പാടും ലേവിയും ഒക്കെ എഴുതുന്നതിന് മുൻപേ എഴുതിയ പുസ്തകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇയ്യോബിന്റെ പുസ്തകമാണ്. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും എല്ലാം കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ് ഇയ്യോബ്. അതിന് കൃത്യമായ കാരണങ്ങളുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അതിലേക്ക് പോകാൻ സമയമെടുക്കുന്നില്ല. അത് ഒന്ന് ഇയ്യോബിന്റെ കാലഘട്ടം, ഇയ്യോബിന്റെ ജീവിത വർഷം, താൻ മരിക്കുന്ന വർഷമൊക്കെ നോക്കിയാണ് അതിലേക്ക് നമ്മൾ പോകുന്നത്. തൽക്കാലം ഞാൻ അതിലേക്ക് പോകുന്നില്ല, നമുക്കത് പിന്നീട് ചിന്തിക്കാം. എന്തായാലും ഓൾമോസ്റ്റ് എല്ലാ തിയോളജന്മാരും തർക്കമില്ലാതെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്, ഇയ്യോബിന്റെ കാലഘട്ടത്തിലാണ്, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും കാലഘട്ടത്തിലാണ് ഇയ്യോബ് ജീവിച്ചിരുന്നത്. അപ്പോൾ ആദ്യത്തെ വാക്യമായിട്ട് വേദപുസ്തകത്തിൽ വരേണ്ടിയിരുന്നത് ഈ വാക്യമാണ്. ദൈവം നേരിട്ട് ഇയ്യോബിനോട് പറയുന്ന ഒരു കാര്യമാണത്. അത് മറ്റൊരു സൂചനയിലേക്കും കൂടെ നടത്തുകയാണ് നമ്മളെ. എന്താണ്? അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും എല്ലാ കാലഘട്ടത്തിൽ യുദ്ധത്തിന് പോകുമ്പോൾ
കാഹളനാദം ധ്വനിക്കുന്തോറും 24-ാമത്തെ വാക്യമാണ് ആദ്യമായിട്ട് വരുന്നത്, 25 പക്ഷെ അർത്ഥം കിട്ടുന്നത് 25-ാമത്തെ വാക്യത്തിലാണ്. ഈ അർത്ഥം ഒന്ന് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ 25-ാമത്തെ വാക്യം വായിച്ചത്. കുതിരകൾ കാഹളനാദം ധ്വനിക്കുമ്പോൾ ആണ് അത് പടയ്ക്ക് പോകുന്നത്. അതിനുവേണ്ടി അത് കാതോർത്തിരിക്കുന്നു, അത് ചിനയ്ക്കുന്നു. അത് കാഹളനാദം കേൾക്കുമ്പോൾ അത് പടയാണെന്നുള്ള തിരിച്ചറിവ്, ഒരു യുദ്ധം വരുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് കുതിരയ്ക്ക് കിട്ടുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ രണ്ട് നാട്ടുരാജ്യങ്ങളോ ഒക്കെ തമ്മിലായിരിക്കാം അന്ന് യുദ്ധം. ആ കാലഘട്ടത്തിൽ യുദ്ധത്തിന് പോകുമ്പോൾ കാഹളം ധ്വനിപ്പിക്കുന്ന രീതി ഉണ്ടായിരുന്നു എന്നതിലേക്കുള്ള ഒരു സൂചനയും കൂടെയാണ് ഈ വാക്യം എന്ന് പറയുന്നത്. ഞാൻ മുന്നോട്ട് പോകട്ടെ. വെളിപ്പാട് പുസ്തകം 18:22 ഞാനത് എടുക്കുന്നില്ല. 18-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിലാണ് വേദപുസ്തകത്തിൽ കാഹളം എന്ന വാക്ക് അവസാനമായി നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു ബൈബിൾ ക്വിസിന് നിങ്ങളൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ കാഹളം എന്ന വാക്ക് എവിടെയാണ് ആദ്യം കയറി വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കേണ്ട ഉത്തരം ഇയ്യോബ് അല്ല, മറിച്ച് പുറപ്പാട് 19 അതാണ് അതിന്റെ ശരി. പക്ഷെ നമ്മൾ തിരിച്ചറിയണം, അവിടെയല്ല അടിസ്ഥാനത്തിൽ കാഹളം എന്ന വാക്ക് ആദ്യം കയറി വരുന്നത്, മറിച്ച് ആദ്യമായിട്ട് ശരിയായ രീതിയിൽ വരികയാണെങ്കിൽ അത് ഇയ്യോബിന്റെ പുസ്തകത്തിലാണ് വരുന്നത് എന്ന തിരിച്ചറിവും നിങ്ങൾക്കുണ്ടാകണം. ഞാൻ മുന്നോട്ട് പോകട്ടെ. എത്ര ടൈപ്പ് കാഹളം പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും? നമുക്കെടുക്കാം. ഇവിടെ നമ്മുടെ പഠനം അടുത്ത മേഖലയിലേക്ക് തുടങ്ങുകയാണ്. നമ്മൾ എടുക്കാം സംഖ്യാപുസ്തകം 10-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. ഞാൻ ഇതിന്റെ ഇൻട്രഡക്ഷൻ പറഞ്ഞ് അതിന്റെ 2-ാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ കയറുകയാണ്. ഇൻട്രഡക്ഷൻ പറഞ്ഞ് ഞാൻ പോവുകയാണ്. എന്തെന്നാൽ വെള്ളി കൊണ്ട് 2 കാഹളം ഉണ്ടാക്കുക, അടുപ്പ് പണിയായി അവയെ ഉണ്ടാക്കണം. ആ വാക്യം മുഴുവൻ വായിക്കാമോ? യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, വെള്ളി കൊണ്ട് 2 കാഹളം ഉണ്ടാക്കുക, അടുപ്പ് പണിയായി അവയെ ഉണ്ടാക്കണം. അവ നിനക്ക് സഭയെ വിളിച്ചു കൂട്ടുവാനും പാളയത്തെ പുറപ്പെടുവിക്കുവാനും ഉതകണം. അപ്പൊ ഒന്നാമത്തെ കാഹളം എന്ന് പറയുന്നത് വെള്ളി കൊണ്ടുള്ള കാഹളമാണ്. വെള്ളി കൊണ്ടുള്ള കാഹളം ഉണ്ടാക്കുക. അതെങ്ങനെ ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്? അടിച്ച് 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 അടിപ്പ് പണിയായി ആ കാഹളം ഉണ്ടാക്കണം. ഇന്ന് പകൽക്കാലം അവിടെ നിന്നുകൊണ്ടൊരു ദൂത് പരിശുദ്ധാത്മാവിനെ നിങ്ങളെ ഏൽപ്പിക്കാനുണ്ട് കേട്ടോ. അടിപ്പ് പണിയിലൂടെ അടിച്ചടിച്ചടിച്ച് കഠിന വേദനയിലൂടെ അടിപ്പ് പണിയിലൂടെ കടന്നു പോകുന്ന ചില വ്യക്തികൾ ഇന്ന് ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. കഠിനമായ അടിയിലൂടെ കടന്നു പോവുകയാണ്. നിങ്ങൾ ചോദിക്കുന്നു, കർത്താവേ, എന്തുകൊണ്ടാണ് എന്നെ ഈ അടിപ്പ് പണിയിലൂടെ, ഈ കഠിനമായ തീച്ചൂളയിലൂടെ അങ്ങ് കടത്തിവിടുന്നത്? ഇതങ്ങ് കാണുന്നില്ലേ? അങ്ങ് കാണുന്നില്ലേ? ഈ അടിപ്പ് പണിയിലൂടെ ഞാൻ കടന്നു പോകുന്ന അങ്ങ് കാണുന്നില്ലേ? എന്നെ എത്രയോ വ്യക്തികളാണ് അടിച്ചടിച്ചടിച്ചു പോകുന്നത്. ദൈവത്തിന് അവിടെ ഒരു സന്ദേശം കൈമാറാനുണ്ട് കേട്ടോ. നിങ്ങൾ അടിപ്പ് പണിയിലൂടെ എന്റെ ദൈവം കടത്തിവിടുന്നതിന്റെ പുറകിൽ ദൈവത്തിന്റെ കയ്യിലെ ഒരായുധമായി, ഒരു കാഹളമായി എന്റെ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോകുന്നുവെന്ന തിരിച്ചറിവ് ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞ ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. കഠിനമായ വേദനയിലൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവം നിങ്ങളെ തള്ളിക്കളഞ്ഞതല്ല, ദൈവം നിങ്ങളെ തള്ളിക്കളഞ്ഞതല്ല, മറിച്ച് ദൈവത്തിന്റെ ഒരു പ്രവാചക ശബ്ദമായി, ഒരു കാഹള ശബ്ദമായി എന്റെ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോകുകയാണ് എന്നതിന്റെ സൂചനയാണ് നിങ്ങൾ അടിപ്പ് പണിയിലൂടെ കടന്നു പോകുന്നു എന്നതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ആരോടൊക്കെയോ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഇടപെടുകയാണ്. അടിപ്പ് പണിയിലൂടെ കടന്നു പോകുന്ന ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്. തീവ്രമായ കഠിന വേദനയിലൂടെ കടന്നു പോകുന്ന പല വ്യക്തികളും നിങ്ങളെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറയുന്നുണ്ട്, കർത്താവേ, ഈ അടിയൊന്നും അങ്ങ് കാണുന്നില്ലേ? അടിയൊന്നും അങ്ങ് കാണുന്നില്ലേ? അല്ല അല്ല അല്ല, ഞാൻ കാണാതിരിക്കുന്നത് കൊണ്ടല്ല, അതിന്റെ അപ്പുറത്ത് ഞാൻ നിങ്ങളെ ഒരു വലിയ കാഹളമാക്കി മാറ്റാൻ പോകുകയാണ്. ഒരു വലിയ കാഹളമാക്കി മാറ്റാൻ
മാറ്റാൻ പോകുകയാണ്. എത്ര പേർ ഇന്ന് പകൽക്കാലം ഇതിനകത്തെ കടന്നൊന്ന് വിശ്വസിക്കാൻ തയ്യാറാണ്? അത് എന്നോടുള്ള ദൂതാണ്. ഞാൻ തകർന്നു പോകാൻ വേണ്ടിയല്ല, മറിച്ച് എന്നെ ഒരു കാഹളമായി 20 ലക്ഷം വരുന്ന ജനം കാതുകൂർപ്പിച്ചിരിക്കുകയാണ്. അവരുടെ പുറപ്പാടിന് വേണ്ടി അവർ പുറപ്പെടണമെങ്കിൽ കാഹളത്തിന്റെ ശബ്ദം കേൾക്കണം. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട, ജീവിതം അവസാനിപ്പിച്ച 10,000 നിങ്ങൾക്ക് ചുറ്റിലുമുണ്ട്. അവർ നിങ്ങളുടെ കാത് കേൾക്കുന്ന, നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ കാത്തിരിക്കുകയാണ്. ഒരു കാഹളമായി എന്റെ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോകുകയാണ്. അവരുടെ പുറപ്പാടിന് വേണ്ടി എന്റെ ദൈവം നിങ്ങളെയാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്ന് കടന്നൊന്ന് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. എത്ര പേർ ഉറച്ചൊന്ന് വിശ്വസിക്കാൻ തയ്യാറാണ്? ഇന്ന് പകൽക്കാലം അടിപ്പ് പണിയിലൂടെ കടന്നു പോകുന്ന ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്. അടിപ്പ് പണിയിലൂടെ കടന്നു പോകുന്ന ദൈവം നിങ്ങളെ അടിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം നിങ്ങളെ കൈയൊഴിഞ്ഞുവെന്നല്ല. ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോകുകയാണ്. ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോകുന്നതിന്റെ അടയാളമാണത്. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിക്കേ, ഏത് മരുഭൂമിയിലാണ് മോശ 40 കൊല്ലം പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ജീവിച്ചത്? എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഏത് മരുഭൂമിയിലാണോ അവൻ ജീവിച്ചത്, ദൈവം പറയുന്നു അതേ 40 കൊല്ലം, വരുന്ന 40 കൊല്ലം അതേ മരുഭൂമിയിൽ നീ 20 ലക്ഷത്തിന്റെ നായകനായി ഞാൻ നിന്നെ വാഴിക്കാൻ പോകുകയാണ്. അടിപ്പ് പണിയായി കടന്നു പോകുന്ന മോശെ, 40 കൊല്ലം നീ അടിപ്പ് പണിയായി. നീ ഏത് മരുഭൂമിയിലാണോ നിന്ദിക്കപ്പെട്ടത്, നീ ഏത് മരുഭൂമിയിലാണോ ത്യജിക്കപ്പെട്ടത്, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചത് നീ ഏത് മരുഭൂമിയിലാണോ, അതേ മരുഭൂമിയിൽ ഞാൻ നിന്നൊരു കാഹള ശബ്ദമായി എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം തകർന്നിരിക്കുന്ന ചില മരുഭൂമിയിൽ തകർന്നിരിക്കുന്ന ചില മോശമാരോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. നീ ഏത് മരുഭൂമിക്കകത്താണോ നീ വീണു പോയത്, നീ എഴുന്നേൽക്കുകയില്ല എന്ന് വിചാരിച്ചത്, അതേ മരുഭൂമിയിൽ നീ നിന്നൊരു കാഹളമാക്കി ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. കടന്നൊന്ന് വിശ്വസിക്കാൻ തയ്യാറുള്ള എത്ര പേർ ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്നുണ്ട്? എത്ര പേർ ഉറച്ചൊന്ന് വിശ്വസിക്കാൻ തയ്യാറാണ്? ഏത് മരുഭൂമിയിലാണ് ഞാൻ തകർന്നു എന്ന് വിചാരിച്ചത്, അതേ 40 കൊല്ലം എന്നെ അവൻ വാഴിക്കാൻ പോകുകയാണ്. ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്കും കൂടെ തന്ന് മുന്നോട്ട് പോകാൻ ദൈവകൃപയിലേക്ക് ശരണപ്പെടുകയാണ്. വേദപുസ്തകത്തിൽ അടിപ്പ് പണിയായി പണിയേണ്ട ഉപകരണങ്ങൾ എന്തൊക്കെയുണ്ട്? നിങ്ങളത് കണ്ടുപിടിക്കുമ്പോൾ അവിടെ എല്ലാം നിങ്ങൾക്ക് ഈ ദൂത് ഓർമ്മ വരണം. ഇത് എന്നോടുള്ള ദൂതും കൂടെയാണ്. അടിച്ചു പണിയുമ്പോൾ ദൈവം എന്നെ ദൈവത്തിന്റെ ഉപകരണമാക്കി മാറ്റാൻ പോകുകയാണ്. ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരികയാണ്. അടിപ്പ് പണിയായി എന്തൊക്കെ ഉപകരണങ്ങൾ ബൈബിളിൽ ഉണ്ടാക്കാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്? ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. നമുക്ക് യോശുവയുടെ പുസ്തകം 6-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഏഴ് പുരോഹിതന്മാർ ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് പെട്ടകത്തിന്റെ മുമ്പിൽ നടക്കണം. 7-ാം ദിവസം 7 പ്രാവശ്യം പട്ടണത്തെ ചുറ്റുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും വേണം. ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള കാഹളം. 1-ാമത്തെ കാഹളം വെള്ളി കൊണ്ടുള്ള കാഹളമാണെങ്കിൽ പഴയ നിയമത്തിന്റെ വ്യവസ്ഥ പ്രകാരം 2-ാമത്തെ കാഹളം എന്ന് പറയുന്നത് ആടിന്റെ കൊമ്പ് കൊണ്ടുള്ള കാഹളമാണ്. ഇങ്ങനെ 2 വിധത്തിലുള്ള കാഹളത്തെ കുറിച്ചാണ് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. അവിടെ ഒരു കാര്യം ഒന്ന് പെട്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ ദൈവകൃപയിലേക്ക് ശരണപ്പെടുകയാണ്. നിങ്ങൾ അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ.
എന്നാൽ എരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ചുറപ്പാക്കിയിരുന്നു. ആരും പുറത്തിറങ്ങിയില്ല, അകത്ത് കയറിയതുമില്ല. രണ്ടാമത്തെ വാക്യം കൂടെ. യഹോവ യോശുവയോട് കൽപ്പിച്ചത്, ഞാൻ എരിഹോവിനെയും അതിന്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. രണ്ടാമത്തെ വാക്യത്തിൽ യഹോവ ദൈവം യോശുവയോട് വാഗ്ദത്തം കൊടുക്കുകയാണ്. ഞാൻ എരിഹോവിനെയും അതിന്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. വാഗ്ദത്തം കിട്ടിയ ഭൂമി ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നു അടച്ചുറപ്പാക്കിയിരുന്നു. ഇന്ന് പകൽക്കാലം അടച്ചുറപ്പാക്കിയ വാഗ്ദത്തങ്ങളെ നോക്കിക്കൊണ്ട് ധൈര്യമായിട്ട് പറ, വാഗ്ദത്തം തന്നത് എന്റെ കർത്താവാണെങ്കിൽ എത്ര വലിയ മണിച്ചിത്ര താഴിട്ട് പൂട്ടിയാലും ആ പൂട്ടിനെ പൊട്ടിച്ച് വാഗ്ദത്തം എന്റെ കയ്യിൽ തരുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ടെന്ന് ദൈവം എന്നിലൂടെ തെളിയിക്കാൻ പോകുകയാണ്. നിങ്ങളെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ ജോലിയോട് ബന്ധപ്പെട്ട് നിങ്ങളുടെ നന്മകളെ ശത്രു അടച്ചുറപ്പിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ ആ പൂട്ടിനെ പൊട്ടിച്ചു മാറ്റി നിങ്ങളുടെ നന്മയെയും നിങ്ങളുടെ വാഗ്ദത്തങ്ങളെയും നിങ്ങളുടെ കയ്യിൽ തരാൻ കഴിയുന്ന ഒരുത്തനാണ് എന്റെ കർത്താവെന്ന് കടന്നൊന്ന് വിശ്വസിക്കാൻ തയ്യാറുള്ളവരുണ്ടോ ഇന്ന് പകൽക്കാലം? നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ തലമുറയോട് നോക്കിക്കൊണ്ട് തലമുറയുടെ വാഗ്ദത്തങ്ങളെ കെട്ടി ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്, അടച്ച് താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. ശത്രു നോക്കുമ്പോൾ അവർ താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. അവൻ വിളിച്ചു പറയുന്നുണ്ട്, നിന്റെ തലമുറയോട് ബന്ധപ്പെട്ട്, നിന്റെ ജോലിയോട് ബന്ധപ്പെട്ട്, നിന്റെ മിനിസ്ട്രിയോട് ബന്ധപ്പെട്ട് നിന്റെ വാഗ്ദത്തങ്ങളെ ഒരിക്കലും നിന്റെ കയ്യിൽ തരികയില്ല. എന്നാൽ ധൈര്യമായിട്ട് പറഞ്ഞതെന്റെ കർത്താവാണെങ്കിൽ അതിന്റെ പൂട്ടിനെ പൊട്ടിച്ചു മാറ്റി എന്റെ കയ്യിലെ വാഗ്ദത്തങ്ങളെ തരുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ടെന്ന് അവൻ എന്നിലൂടെ, എന്റെ തലമുറയിലൂടെ, എന്റെ ജോലിയിലൂടെ, എന്റെ മിനിസ്ട്രിയിലൂടെ അവൻ തെളിയിക്കാൻ പോകുകയാണ്. ഉറച്ചൊന്ന് വിശ്വസിക്കാൻ തയ്യാറാണോ നിങ്ങൾ ഇന്ന് പകൽക്കാലം? അടച്ചുറപ്പിച്ചത് നോക്കിക്കൊണ്ട് ധൈര്യമായിട്ട് പറ, പിശാചേ നിനക്ക് എന്നും കുന്നു, എന്നോ ഇതിനെ അടച്ചുറപ്പിക്കാൻ പറ്റുകയില്ല. കാഹളം മൂതാൻ എന്റെ ദൈവം എനിക്കൊരു സമയം വെച്ചിട്ടുണ്ട്. ആ കാഹളം മൂതുന്ന സമയം വരെയേ ഞാൻ ചുറ്റി നടക്കുകയുള്ളൂ. ചുറ്റി നടക്കുന്നത് കണ്ട് ജനം വിളിച്ചു പറയുന്നു, മതിലിന്റെ പുറത്തിരിക്കുന്ന ജനം വിളിച്ചു പറയുന്നു, വാഗ്ദത്തം കിട്ടിയിട്ട് എന്താ കാര്യം? ചുറ്റാനല്ലേ നിന്റെ വിധി? നിന്റെ തലമുറ ചുറ്റി നടക്കുകയല്ലേ? നീ ജോലിയിൽ ചുറ്റി നടക്കുകയല്ലേ? നീ മിനിസ്ട്രിക്കകത്ത് ചുറ്റി നടക്കുകയല്ലേ? നീ അനാരോഗ്യമായി ചുറ്റി നടക്കുകയല്ലേ? എന്നാൽ പറ, ആ വാഗ്ദത്തം കിട്ടിയ ജനമാണ് ഞങ്ങൾ. എനിക്ക് വേണ്ടി എന്റെ ദൈവം കാഹളം ഊതുവാൻ ഒരു സമയം വെച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്ത്, ചുറ്റലിന്റെ അപ്പുറത്ത് എന്റെ കയ്യിൽ എന്റെ ദൈവം എന്റെ വാഗ്ദാനങ്ങളെ തരുമെന്ന് കടന്നൊന്ന് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ആരോടൊക്കെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ് ഈ ദിവസങ്ങളിൽ? ചുറ്റി നടക്കുന്ന ചില വ്യക്തികളെ നോക്കിക്കൊണ്ട് അടച്ചുറപ്പിച്ചു വെച്ചിരിക്കുന്ന വാഗ്ദാനങ്ങളെ നോക്കിക്കൊണ്ട് കരയുന്ന ചില ജീവിതങ്ങളെ നോക്കിക്കൊണ്ട് എന്റെ ദൈവം ഇടപെടുകയാണ്. ആ ചുറ്റലിന്റെ അപ്പുറത്ത് താഴിനെ പൊട്ടിച്ച്, പൂട്ട് പൊട്ടിച്ച്, എരിഹോവിന്റെ മതിലിനെ പൊട്ടിച്ചു മാറ്റി അതിന് നിന്റെ കയ്യിൽ തരുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. കാഹളം ഊതിപ്പിക്കാൻ എന്റെ ദൈവം എനിക്കൊരു സമയം വെച്ചിട്ടുണ്ടെന്ന് എന്റെ കർത്താവ് ഇടപെടുകയാണ്. ഇന്ന് പകൽക്കാലം എത്ര പേർ കടന്നൊന്ന് വിശ്വസിക്കാൻ തയ്യാറാണ്? ഇന്ന് പകൽക്കാലം എത്ര പേർ കടന്നൊന്ന് വിശ്വസിക്കാൻ തയ്യാറാണ്? എന്റെ ദൈവം എനിക്ക് വേണ്ടി കാഹളം ഊതിപ്പിക്കാൻ ഒരു സമയം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസം നടന്നൊരു അനുഭവം ഞാൻ പറയാം. ഞാൻ സ്റ്റോറി പല സ്ഥലത്തും അതിന്റെ വിശദീകരണമായി പറഞ്ഞിട്ടുണ്ട്. എന്റെ മുമ്പിൽ ഒരുപാട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഏറ്റവും ചുരുക്കിയത് പറയുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ലിഫ്റ്റിൽ വെച്ച് ജാമായി പോയി.
ഞാൻ സകല സ്വിച്ചുകളും ആ ലിഫ്റ്റിനകത്തുള്ള സകല സ്വിച്ചുകളും ഞാൻ പ്രസ് ചെയ്യുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് എനിക്ക് അറിയുന്നില്ല. ലിഫ്റ്റ് ഓപ്പൺ ആകുന്നില്ല. വലിയ സ്റ്റോറിയാണ്, ഞാനത് ഏറ്റവും ചുരുക്കി പറയുകയാണ്. അത് മുഴുവൻ പറഞ്ഞാലേ നിങ്ങൾക്ക് അതിന്റെ പൂർണ്ണ രൂപം കിട്ടുകയുള്ളൂ. പക്ഷെ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ, ഞാൻ അവിടെ ഒരു വ്യക്തിയെ കാണാൻ പോകുകയാണ്. ഒരു ഫ്ലാറ്റിനകത്ത്, ഒരു അപ്പാർട്ട്മെന്റിനകത്ത് ഒരു വ്യക്തിയെ കാണാൻ പോകുകയാണ്. ജാക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണാൻ പോകുന്നു. പക്ഷേ ഞാൻ ലിഫ്റ്റിനകത്ത് കുടുങ്ങിപ്പോയി, പെട്ടുപോയി. ഞാൻ ലിഫ്റ്റിനകത്ത് തട്ടുന്നുണ്ട്, മുട്ടുന്നുണ്ട്, വലിയ ബഹളത്തിൽ ഞാൻ ഒച്ച വെക്കുന്നുണ്ട്, ആരെങ്കിലും ഹെൽപ്പിന് വരാൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ ആരും വരുന്നില്ല. ഞാൻ തല കറങ്ങിപ്പോയി. എന്റെ പകുതി ഒരു എന്താ പറയുന്ന, ഒരു നമ്മൾ ഈ സെഡേഷൻ ഒക്കെ കഴിക്കുന്ന ഈ ചില മരുന്നുകളെ കഴിക്കുമ്പോൾ നമ്മൾ ആകെ ഒരു കിറങ്ങിപ്പോവും. നമ്മൾ ആ ഒരു വാക്ക് ആ രീതിയിലായി. ബോധമുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയുന്നില്ല. ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലായി പോയി. ഈ സമയത്ത് ജാക്കിന് ഒരു കോൾ വരികയാണ്, ഒരു ഫോൺ കോൾ വരികയാണ്. നിന്നെ കാത്ത് ഒരാൾ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. ഈ ലിഫ്റ്റിന് പ്രത്യേകതയുണ്ട്. ഈ ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു കോഡ് വേണം, ആക്സസ് കോഡ് വേണം, അല്ലെങ്കിൽ ഒരു ആക്സസ് കാർഡ് വേണം. നമ്മളെ ATM കാർഡ് പോലെ, ഒരു ATM കാർഡ് പോലെയുള്ള ഒരു കാർഡ് വേണം. അത് പ്രസ് ചെയ്താലേ ഇത് ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ കോഡ് വേണം. അതൊരു വലിയ സ്റ്റോറിയാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതില്ലാതെ പോയതാണ് എനിക്ക് പറ്റിപ്പോയ തെറ്റ്. ഈ സമയത്ത് ജാക്കിന് ഒരു കോൾ വരികയാണ്. നിന്നെ പുറത്ത് ഒരാൾ കാത്തു നിൽക്കുന്നുണ്ട്, നീ അവിടേക്ക് ഇറങ്ങിച്ചെല്ല. അദ്ദേഹത്തിന്റെ ആക്സസ് കോഡ് വെച്ച് ലിഫ്റ്റ് പ്രസ് ചെയ്തു. ലിഫ്റ്റ് മുകളിലേക്ക് പൊങ്ങി 4ാം നിലയിലേക്ക് എത്തി. പെട്ടെന്ന് ഞാൻ ചാടി ഇറങ്ങി. എന്റെ മുഖഭാവം ആകെ മാറി. എന്റെ മുഖഭാവം കണ്ടിട്ട് ജാക്ക് ചോദിച്ചു, എന്താ പറ്റിയത്, നിനക്ക് എന്താ പറ്റിയത്? ഞാൻ പറഞ്ഞു, ഞാൻ ജാക്ക് എന്ന് പറയുന്ന ഒരാളെ ആളുടെ വീട്ടിലേക്ക് അദ്ദേഹത്തെ കയറിയാണ്, അദ്ദേഹത്തെ നോക്കിയാണ് വന്നത്. ആ ജാക്ക് ഞാനാണ്. നീയാണോ എന്നെ ഇപ്പോൾ വിളിച്ചത്? ഇല്ല, ഞാൻ വിളിച്ചിട്ടില്ല. അദ്ദേഹം എന്നെ പെട്ടെന്ന് സെറ്റിലാക്കി. അദ്ദേഹത്തിന്റെ ഒരു വീട്ടിനകത്ത് കയറ്റി എന്നെ ഒരു സോഫയിൽ ഇരുത്തി വെള്ളമൊക്കെ തന്ന് ഞാൻ സെറ്റിലായപ്പോൾ അദ്ദേഹം ഈ വന്ന കോളിലേക്ക് തിരിച്ചു വിളിച്ചപ്പോൾ ആ കോള് പറയാണ്, ആ ഫോൺ പറയാണ്, അങ്ങനെ ഒരു നമ്പർ നിലവിലില്ലെന്ന്. അങ്ങനെ ഒരു നമ്പർ നിലവിലില്ലെന്ന്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്ക് വേണ്ടി കാഹളമൂതി രംഗത്ത് വരുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ടെന്ന് അവൻ തെളിയിക്കുന്ന, ചരിത്രത്തിൽ തെളിയിക്കാൻ പോകുകയാണെന്ന് കടന്നൊന്ന് വിശ്വസിക്കുന്ന എത്ര പേർ ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്നുണ്ട്? നീ ചുറ്റാൻ ഒരു സമയം ഉണ്ടായിരിക്കാം, ചുറ്റുമ്പോൾ ശത്രു പറയുമായിരിക്കാം, നിനക്കിനി ഒരിക്കലും നിന്റെ വാഗ്ദത്തം നിന്റെ കയ്യിലേക്ക് വരികയില്ല എന്ന്. എന്നാൽ ചുറ്റലിന്റെ അപ്പുറത്ത് ചുറ്റലിന്റെ അപ്പുറത്ത് ഈ വാഗ്ദത്തം എന്റെ കയ്യിൽ തരുന്ന, എന്നെ കൊണ്ട് കാഹളം ഊതിപ്പിക്കുന്ന ഒരു ദൈവം, ഒരു ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും കാഹളം ഊതിപ്പിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് അവൻ തെളിയിക്കാൻ പോകുകയാണ്. ദൂതന്മാരെ അതിനുവേണ്ടി അവൻ രംഗത്തേക്ക് കറക്കുമെന്ന് കടന്നൊന്ന് വിശ്വസിക്കുന്ന എത്ര പേർ ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്നുണ്ട്? ആ ദൈവം ഇന്ന് പകൽക്കാലം ഈ മീറ്റിങ്ങിനകത്തെ കടന്നു വന്നിട്ടുണ്ടെന്ന് ഉറച്ചൊന്ന് വിശ്വസിക്കുന്ന എത്ര പേർ ഇതിനകത്തിരിക്കുന്നുണ്ട്? ഞാൻ യെരിഹോവിനെയും അതിലുള്ളതിനെയും നിന്റെ കയ്യിൽ തന്നിരിക്കുകയാണ്. പക്ഷേ അതിനെ അടച്ചുറപ്പിച്ച് ജനം ചുറ്റി നടക്കുകയുമാണ്. നാട്ടുകാർ ഇവരെ നോക്കിക്കൊണ്ട് പരിഹസിക്കുകയായിരിക്കാം. നാട്ടുകാർ നിങ്ങളെ നോക്കിക്കൊണ്ട് പരിഹസിക്കുകയായിരിക്കാം. നിങ്ങൾക്കൊരിക്കലും ഞങ്ങൾ കെട്ടിപ്പൊക്കിയ ഈ പറയുന്ന കോട്ടമതിലിനെ പൊളിക്കാൻ നിനക്ക് കഴിയുകയില്ല. നിന്റെ ജീവിതം ചുറ്റി 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 നീ നിന്റെ ജീവിതം അവസാനിപ്പിക്കോ, നിന്റെ തലമുറ ജീവിതം അവസാനിപ്പിക്കോ, നിന്റെ മിനിസ്ട്രി ഇതോടുകൂടി അവസാനിക്കുമെന്ന് പറയുമ്പോൾ ധൈര്യമായിട്ട് പറ, വാഗ്ദത്തം തന്നതെന്റെ കർത്താവാണെങ്കിൽ നിന്റെ ജോലിയിൽ നീ അനുഭവിക്കുന്ന ചുറ്റലിന്റെ അപ്പുറത്ത് നിന്നെ അവിടെ വാഴിപ്പിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്.
കെട്ടിയിട്ടുണ്ട്. നിന്റെ തലമുറ അതിനകത്ത് വാഴാൻ പോകുകയാണ്. കാനാനിൽ വാഴാൻ പോകുകയാണ്. കാനാനിൽ വാഴാൻ പോകുകയാണ്. നിങ്ങളുടെ ചർച്ചിന്റെ സീനിയർ പാസ്റ്റർമാർ 2 പേര് ഇതിനകത്തിരിക്കുന്നുണ്ട്. ഈ വർഷം ദൈവം കർത്താവിന്റെ ദാസൻ ജെറിക്ക് കൊടുത്ത വാഗ്ദത്തമായിരുന്നു, നീ ഈ വർഷം വാഴാൻ നിങ്ങൾ ചർച്ചിനോട് ബന്ധപ്പെട്ടുള്ള ഒരു വാഗ്ദത്തമാണ് ഈ വർഷത്തെ. നിങ്ങൾ വാഴാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം ചുറ്റി നടക്കുന്ന ചില വ്യക്തികളോട്, കനാനിൽ നിങ്ങൾ വാഴാൻ പോകുകയാണ്. നിന്റെ മരുഭൂമിവാസം കഴിയാൻ പോകുകയാണ്. നിന്റെ കയ്യിലേക്ക് നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ തരുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ടെന്ന് എന്റെ ദൈവം തെളിയിക്കാൻ പോകുകയാണ്. അവിടെ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. യെരിഹോവിന്റെ മതിലിന്റെ വലിപ്പം എത്രയാണ്? അതും കൂടെ കഴിഞ്ഞ് ഞാൻ 2ാമത്തെ ഭാഗത്തിലേക്ക് കയറുകയാണ് കേട്ടോ. യെരിഹോവിന്റെ മതിലിന്റെ വലിപ്പം എത്രയാണ്? നിങ്ങളൊന്ന് പെട്ടെന്നൊന്ന് വായിച്ചേ. ഡ്യൂട്രോണമി, ആവർത്തനം 9ാമത്തെ അധ്യായം 1ാമത്തെ വാക്യത്തിൽ ഇതിന്റെ വലിപ്പത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇസ്രായേലെ കേൾക്ക, നീ ഇന്ന് യോർദാൻ കടന്ന് നിന്നേക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതികളെയും ആകാശത്തോളം ഉയർന്ന മതിലുള്ള വലിയ പട്ടണങ്ങളെയും വലിപ്പവും പൊക്കവുമുള്ള എത്രയാണ് മതിലിന്റെ വലിപ്പം? അവിടെ എഴുതിയിട്ടുണ്ട്. ആ വാക്യം നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് വായിച്ചേ. അവിടെ എഴുതിയിട്ടുണ്ട് എത്രയാണ് യെരിഹോവിന്റെ മതിലിന്റെ വലിപ്പം എത്രയാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ആ വാക്യം ഒന്നും കൂടെ ഒന്ന് വായിക്കാമോ? ആകാശത്തോളം ഉയർന്ന മതിലുള്ള വലിയ പട്ടണങ്ങളെ. എത്ര പേർക്ക് ധൈര്യമായിട്ട് പറയാം, എന്റെ വാഗ്ദത്തത്തിന് വിരോധമായി ആകാശം വരെ ഉയരമുള്ള മതില് ശത്രു കെട്ടിവെച്ചാലോ, എത്ര വലിയ മതിലിന്റെ ശത്രു എനിക്ക് വിരോധമായി ശത്രു കെട്ടിവെച്ചാലോ, എന്റെ തലമുറകൾക്ക് വിരോധമായി ആകാശം വരെ ഉയർന്നിൽക്കുന്ന മതില് കെട്ടിവെച്ചാലോ, അതിനെ പൊട്ടിച്ചു മാറ്റിയേ സമയമാകുമ്പോൾ ചുറ്റലിന്റെ അപ്പുറത്ത് എന്റെ കയ്യിൽ എന്റെ വാഗ്ദാനങ്ങളെ തരുന്നൊരു ദൈവം ജീവിക്കുന്നുണ്ടെന്ന് കടന്നൊന്ന് വിശ്വസിക്കുന്ന എത്ര പേർ ഇതിനകത്തിരിക്കുന്നുണ്ട്? എന്റെ തലമുറയോട് ബന്ധപ്പെട്ട്, എന്റെ മിനിസ്ട്രിയോട് ബന്ധപ്പെട്ട്, എന്റെ ജോലിയോട് ബന്ധപ്പെട്ട്, ശത്രുവേ, നീ എത്ര വലിയ ഉയർന്ന മതില് കെട്ടിവെച്ചാലോ, ആകാശം വരെ ഉയർന്ന മതില് കെട്ടിവെച്ചാലോ, അതിനെ പൊട്ടിച്ചു മാറ്റി എന്റെ കയ്യിൽ എന്റെ വാഗ്ദാനങ്ങളെ തരുന്നൊരു ദൈവം ജീവിക്കുന്നുണ്ടെന്ന് ധൈര്യമായിട്ട് വിളിച്ചു പറയാൻ കഴിയുന്ന എത്ര പേർ ഇതിനകത്തിരിക്കുന്നുണ്ട്? ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് വീണ്ടും പറയാൻ പറയുന്നു, ഇന്ന് പകൽക്കാല ആകാശം വരെ ഉയർന്നിൽക്കുന്ന മതിലിനെ നോക്കിക്കൊണ്ട് വിലപിക്കുന്ന ചില വ്യക്തികളെ നോക്കിക്കൊണ്ട് എന്റെ ദൈവം പറയാൻ പറയുന്നു, എത്ര വലിയ മതില് കെട്ടിവെച്ചാലോ, എത്ര വലിയ വലിപ്പത്തിലുള്ള മതില് കെട്ടിവെച്ചാലോ, എത്ര വലിയ മണിച്ചിത്ര താഴുള്ള പൂട്ടിയാലോ, എന്റെ വാഗ്ദത്തങ്ങളെ എന്റെ കയ്യിൽ തരുന്ന കാഹളം ധ്വനിപ്പിക്കാൻ എനിക്കൊരു സമയം വെച്ചിരിക്കുന്ന എന്റെ ദൈവം ജീവിക്കുന്നുണ്ടെന്ന് അവൻ തെളിയിക്കാൻ പോകുകയാണ്. ഇനി അതിന്റെ കാരണം എന്താ? ഇത്ര വലിയ വലിപ്പമുള്ള, ആകാശം വരെ വലിപ്പമുള്ള മതിലെ കെട്ടിവെച്ചാലും അതിനെ പൊളിച്ചു മാറ്റി വാഗ്ദാനങ്ങളെ നിന്റെ കയ്യിൽ കിട്ടാനുള്ള കാരണം എന്താ? അതിന്റെ 3ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എന്നാൽ നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുമ്പിൽ കടന്നു പോകുന്നുവെന്ന് എത്ര പേർക്കൊരു സന്തോഷം വരുന്നുണ്ട്. എന്താ യോശുവേ നിന്റെ കയ്യില് നിനക്ക് വാഗ്ദത്തം തരാൻ കാര്യം അറിയാമോ? ദൈവത്തിനറിയാം ഇത്രയും വലിയ ആകാശം വരെ ഉയരമുള്ള മതിലുള്ള ഒരു പട്ടണത്തെയാണ് അവർക്ക് വേണ്ടി ദൈവം അവകാശമായി കൊടുത്തത്. താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. എന്നിട്ടും ദൈവം പറയുന്നു, യോശുവേ നീ ഭയപ്പെടേണ്ട, ഞാൻ നിനക്കത് തരാൻ പോകുകയാണ്. ആ വാഗ്ദത്തം കിട്ടിയപ്പോൾ ജനം പറഞ്ഞു കാണും, കർത്താവേ അങ്ങെന്ത് മണ്ടനാണ്, ഈ ആകാശം വരെ വലിപ്പമുള്ള ഈ വലിയ ഉയരമുള്ള ഈ പട്ടണത്തെയാണോ, ഇത്ര വലിയ മതിലുള്ള പട്ടണത്തെയാണോ ഞങ്ങൾക്ക് അങ്ങ് കരുതി വെച്ചിരിക്കുന്നത്? അങ്ങ് കണ്ടില്ലേ ഈ താഴുള്ള ഈ വലിയ മണിച്ചിത്ര താഴുള്ള പൂട്ട്? അങ്ങ് കണ്ടില്ലേ? അങ്ങെന്താ മണ്ടനാണോ? അങ്ങ്
മണ്ടനായത് കൊണ്ടല്ല, ദൈവം മണ്ടനായത് കൊണ്ടല്ല കേട്ടോ. ഇന്ന് പകൽക്കാലം അപ്പുറത്ത് പറ, ചുറ്റലിന്റെ അപ്പുറത്ത് പറ, എനിക്ക് വേണ്ടി എന്റെ വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി ശത്രു വലിയ ഉയരമുള്ള മതിലുകൾ കെട്ടിവെക്കുമ്പോൾ ദഹിപ്പിക്കുന്ന അഗ്നിയായി എനിക്ക് മുൻപേ അവൻ പുറപ്പെട്ടിട്ടുണ്ട്. കടന്നൊന്ന് വിശ്വസിക്കുന്ന എത്ര പേർ ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്നുണ്ട്? എത്ര പേർ കുറച്ചൊന്ന് വിശ്വസിക്കാൻ കഴിയോ? ശത്രു ഒരു ഭാഗത്ത് പരിഹസിക്കുകയാണ്, ഒരു ഭാഗത്ത് വെല്ലുവിളിക്കുകയാണ്. എന്താ അവൻ വെല്ലുവിളിക്കുക അറിയാമോ? അവൻ വെല്ലുവിളിക്കുകയാണ്, ഈ പറയുന്ന ആകാശം വരെ ഉയരമുള്ള ഈ ഈ മതിലിനെ പൊളിക്കാൻ നിനക്ക് കഴിയുകയില്ല. ചുറ്റി നിന്റെ ജീവിതം അവസാനിക്കോ. എന്നാൽ ധൈര്യമായിട്ട് പറ, അഗ്നി തുല്യമായി പുറപ്പെടുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടിയുണ്ട്. ദഹിപ്പിക്കുന്ന അഗ്നിയായി എനിക്ക് വേണ്ടി പുറപ്പെടുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കടന്നൊന്ന് വിശ്വസിക്കാൻ കഴിയുന്ന എത്ര പേർ ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്നുണ്ട്? വിശ്വസിക്കാൻ ഇന്ന് പകൽക്കാലം തയ്യാറാണോ? നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അഗ്നിയായി പുറപ്പെടുന്ന ദൈവമാണ്. നിങ്ങളുടെ ജോലി മണ്ഡലത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ചുറ്റലിന്റെ അപ്പുറത്ത് വാഗ്ദത്തം നിങ്ങളുടെ കയ്യിൽ തരാൻ അഗ്നിയായി പുറപ്പെടുന്ന ഒരു ദൈവമാണ് എന്റെ ദൈവം. ഇന്ന് പകൽക്കാലം എനിക്ക് വേണ്ടി ഇറങ്ങി വരാൻ തയ്യാറാണ്. കടന്നു വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എന്റെ തലമുറയോട് ബന്ധപ്പെട്ട് അവൻ കടന്നു വരാൻ തയ്യാറാണ്. വാഗ്ദത്തം തന്നതെന്റെ ദൈവമാണെങ്കിൽ എനിക്ക് വേണ്ടി അവൻ പുറപ്പെടാൻ തയ്യാറാണ് എന്ന് കടന്നൊന്ന് വിശ്വസിക്കുന്ന എത്ര പേർ ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്നുണ്ട്? അവിടെ ഞാൻ പെട്ടെന്ന് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നിങ്ങൾ വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മിർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവദോക്കിയ എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എന്റെ പുറകിൽ നിന്ന് കേട്ടു. അതിന്റെ 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം കൂടി വായിക്കാമോ? അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. ഈ 2 വാക്യത്തിൽ നമ്മൾ കണ്ടത് കർത്താവിന്റെ ശബ്ദം കാഹളത്തിനൊത്ത ശബ്ദമാണെന്ന. നമ്മൾ കർത്താവിന്റെ വരവിങ്കിലേക്ക് ഈ വാക്യം ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുന്ന നല്ലതാണ് കേട്ടോ. തെസ്സലോനിക്ക ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ. അപ്പൊ എന്താണ് ഈ ഗംഭീരനാദം എന്ന് പറയുന്നത്? എന്താണ് ദൈവത്തിന്റെ കാഹളം എന്ന് പറയുന്നത്? അത് അവന്റെ ശബ്ദം തന്നെയാണ്. ദൈവത്തിന്റെ കാഹളം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഗംഭീരനാദം എന്നൊക്കെ പറയുന്നത്, ആ വാക്യം നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് വായിക്കാമോ? ഏതെങ്കിലും ഒരു വാക്യമായി തൽക്കാലം, ഒന്നില്ലെങ്കിൽ വെളിപ്പാട് 1:11 അല്ലെങ്കിൽ 4:1. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക, മേലാൽ ശബ്ദം കാഹളത്തിനൊത്ത ശബ്ദമാണെന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ കർത്താവിന്റെ വരവിങ്കിലേക്ക് തൽക്കാലം പോകുന്നില്ല, അത് മറ്റൊരു ഭാഗമാണ്, അതും ഇതിനകത്ത് വരുന്നതാണ്. വേദപുസ്തകം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ആദിയിൽ ദൈവം
ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഒന്നാമത്തെ വാക്യം അതാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ബെറേഷീത് ബാറ എലോഹീം യേത് ഹശാമയീം വേത് ഹായരസ്. ഇങ്ങനെയാണ് അതിന്റെ ഹീബ്രു പദം എന്ന് പറയുന്നത്. ബറാഷീത് എന്റെ പ്രൊണൗൺസിയേഷൻ ശരിയാകണമെന്നില്ല. ഞാൻ ഹീബ്രോ ഗ്രീക്കോ ആധികാരികമായി പഠിച്ചൊരു വ്യക്തിയല്ല. ബറാഷീത് ബാറ എലോഹീം യേത് ഹശാമയീം വേത് ഹായരസ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. കാഹളത്തിനൊത്ത ദൈവത്തിന്റെ ശബ്ദം ഒന്നുമില്ലായ്മയിൽ വിളിച്ചു പറയുകയാണ്, ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലവും ഒന്നുമില്ലായ്മയിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദൈവം. ഇന്ന് പകൽക്കാലം നിങ്ങൾ നോക്കുമ്പോൾ തലമുറയോട് ബന്ധപ്പെട്ട്, ജോലിയോട് ബന്ധപ്പെട്ട് ശൂന്യതയാണ്, ഒന്നുമില്ല. അതിന്റെ നടുവിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദൈവം, കാഹളത്തിനൊത്ത ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വിഷയത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര പേർ ഇതിനകത്തിരിക്കുന്നുണ്ട്? അവിടെ ഒരു കാര്യം ഒന്ന് പെട്ടെന്ന് പറഞ്ഞോട്ടെ. എനിക്കത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നത് ഹോസ്റ്റ് അത് എനേബിൾ ആക്കി വെച്ചിരിക്കുകയാണ്. അത് ഹോസ്റ്റിന് മാത്രമേ പറ്റുകയുള്ളൂ. അവർക്കാണെങ്കിൽ ആ ടെക്നിക്കൽ അറിയൂല്ല. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു പോകാൻ പെട്ടെന്ന്. ആദിയിൽ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ബെറാഷീത്ത് എന്ന് പറയുന്ന വേർഡിന്റെ ഹീബ്രു ലെറ്റേഴ്സ് ഒന്ന് ഞാൻ വായിക്കാം. റേഷ്, ആലേഫ്, ഷിൻ, യുദ്ധ, താവ്. ഇങ്ങനെ 5 അക്ഷരങ്ങളാണ് ബെറേഷിത്ത് എന്ന വാക്കിന് ഹീബ്രുവിൽ നമ്മൾ കാണുന്നത്. റേഷ്, ആലേഫ്, ഷിൻ, യൂത്ത്, താവ്. ഇങ്ങനെയാണ് ബൈബിൾ തുടങ്ങുന്നത്. ബെറേഷിത്ത്, ആദിയിൽ, ഇൻ ദ ബിഗിനിങ്. ഹീബ്രുവിൽ ഓരോ ലെറ്ററുകൾക്കും അർത്ഥമുണ്ട്. മലയാളം പോലെയല്ല, ഓരോ അക്ഷരത്തിനും അതിന്റെ അർത്ഥമുണ്ട്. ആദ്യത്തെ വാക്കായ റേഷിന് അർത്ഥം എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ബേത്ത്, രണ്ടാമത്തെ വാക്ക് 6 അക്ഷരമാണ്. ബേത്ത്, റേഷ്, ആലേഫ്, ഷിൻ, യൂത്ത്, താവ്. 6 അക്ഷരമാണ്. ബേത്ത് എന്ന് പറഞ്ഞാൽ ഭവനം, ബേത്ത്ലഹേം, അപ്പത്തിന്റെ ഭവനം. റേഷ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അക്ഷരത്തിന് റേഷ് എന്ന് പറഞ്ഞാൽ ഹെഡ് അല്ലെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ. ആലേഫ് എന്ന് പറഞ്ഞാൽ ഗോഡ്, ദൈവം. ഷിൻ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രോയ് എന്നാണ് അർത്ഥം. തകർക്കുക, തകർക്കപ്പെട്ടു. യുദ്ധം എന്ന് പറഞ്ഞാൽ കൈകൾ എന്നാണ് അർത്ഥം. താവ് എന്ന് പറഞ്ഞാൽ കവനന്റ്, ക്രോസ് എന്നാണ് അർത്ഥം. നിങ്ങളത് മുഴുവൻ എന്ന് വായിച്ചു നോക്കിയേ. വീട്, ഹെഡ്, ഫസ്റ്റ് പേഴ്സൺ, തല, അധികാരി, ദൈവം, ഗോഡ്, മൂന്നാമത്തത്. നാലാമത്തത് തകർക്കപ്പെട്ടു. അഞ്ചാമത്തത് കൈകൾ. ആറാമത്തത് ക്രോസ്, കവനന്റ്, കുരിശ്, കവനന്റ്, ഉടമ്പടി. നിങ്ങളെ മുഴുവനും നോക്കിയേ. വീട്ടിലേക്ക് വന്ന യോഹന്നാൻ പറയുന്നു, സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. സ്വന്തത്തിലേക്ക് വന്ന അധികാരിയായ
ദൈവത്തിന്റെ അധികാരിയായ പുത്രനെ ക്രൂശിൽ കൈകാലുകളിൽ ആണിയടച്ചു കിടക്കുന്ന ആ പുത്രനെ നിങ്ങൾക്ക് വേദപുസ്തകത്തിന്റെ ഒന്നാമത്തെ ആ വരിയിൽ, ആ ഒന്നാമത്തെ വാക്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ബെറേഷീത്ത്. ഞാൻ ഒന്നും കൂടെ പറയുന്നു. ബേത്ത്, റേഷ്, ആലേഫ്, ഷിൻ, യൂത്ത്, താവ്. ബേത്ത് വീട്, രേഷ് അധികാരി, ഒന്നാമത്തെ വ്യക്തി, ഹെഡ്, ആലേഫ് ഗോഡ്, ഷിൻ തകർക്കപ്പെടുക, യൂത്ത് കൈകൾ, താവ് ക്രോസ് കവനന്റ്. ക്രൂശിൽ സ്വന്തം ഭവനത്തിലേക്ക് വന്ന അധികാരിയെ ക്രൂശിൽ തകർക്കപ്പെട്ട് കിടക്കുന്ന ആ ചിത്രം, ക്രൂശിന്റെ ചിത്രം, അതിലൂടെ ഒരു ഉടമ്പടി വെളിപ്പെടുത്തിയ ആ ക്രൂശിന്റെ സ്നേഹം നിങ്ങൾക്ക് വേദപുസ്തകത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. വാക്യത്തിലല്ല, ആദ്യത്തെ ആ ഒരു വാക്കിൽ. മലയാളത്തിൽ അത് കിട്ടുകയില്ല, പക്ഷെ ഹീബ്രുവിൽ അത് കിട്ടും. കാഹളത്തിനൊത്ത ശബ്ദത്തിനൊത്തവണ്ണം ദൈവം പറഞ്ഞു ഉണ്ടാകട്ടെ. ഞാൻ അടുത്ത ഭാഗത്തേക്ക് ഇന്ന് പോവുകയാണ്, എനിക്ക് അധികം സമയമില്ല. നമ്മൾ യെശയ്യാവിന്റെ പുസ്തകത്തിലേക്ക് ഇന്ന് കയറിയേ. യെശയ്യാവിന്റെ പുസ്തകം 18-ാമത്തെ അധ്യായം, അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഭൂതലത്തിലെ സർവനിവാസികളും ഭൂമിയിൽ പാർക്കുന്നവരുമായുള്ളവരെ, പർവ്വതത്തിന്മേൽ കൊടി ഉയർത്തുമ്പോൾ നിങ്ങൾ നോക്കുവീൻ, കാഹളമൂതുമ്പോൾ കേൾക്കുവീൻ. മതി. ദൂത് സർവനിവാസികളോടുമാണ്. അവർക്ക് വേണ്ടി ദൈവം കാഹളം ഊതാൻ പോകുകയാണ്. ഊതി എന്തോ കേൾപ്പിക്കാൻ പോകുകയാണ്. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. അങ്ങനെ തന്നെയല്ലേ? ശ്രദ്ധിച്ചോ കേട്ടോ. നിങ്ങൾ ഭൂതലത്തിലെ സർവനിവാസികളും ഭൂമിയിൽ പാർക്കുന്നവരും ആയുള്ളവരെ, പർവ്വതത്തിന്മേൽ കൊടി ഉയർത്തുമ്പോൾ നിങ്ങൾ നോക്കുവീൻ, കാഹളമൂതുമ്പോൾ കേൾക്കുവീൻ. കാഹളമൂതി, പർവ്വതത്തിന്മേൽ കൊടി ഉയർത്തി ദൈവം കാഹളമൂതി ഭൂമിയിലെ സർവനിവാസികളോടും പറയാൻ ഉദ്ദേശിക്കുന്ന എന്തോ കാര്യമുണ്ട്. അതെന്താണ്? അതിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യഹോവ എന്നോട് ഇപ്രകാരം അരുളി ചെയ്തു, വെയിൽ തെളിഞ്ഞു മൂക്കുമ്പോൾ, കൊയ്ത്തുകാലത്ത് ഉഷ്ണത്തിൽ മേഘം മഞ്ഞു പൊഴിക്കുമ്പോൾ ഞാൻ എന്റെ നിവാസത്തിൽ സ്വസ്ഥമായി നോക്കിക്കൊണ്ടിരിക്കും. അവർക്ക് വേണ്ടി, ഇസ്രായേലിന് വേണ്ടി ദൈവം പറയുകയാണ്, ഞാനൊരു കൊയ്ത്തുകാലം വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇസ്രായേലിൽ, യെരുശലേമിൽ ഞാൻ സ്വസ്ഥമായി വാഴാൻ പോകുകയാണ്. വെയിൽ തെളിഞ്ഞ് പൊഴിക്കുമ്പോൾ, ഞാൻ കൊയ്ത്തുകാലത്ത് ഉഷ്ണത്തിൽ മേഘം മഞ്ഞു പൊഴിക്കുമ്പോൾ ഞാൻ എൻ്റെ നിവാസത്തിൽ സ്വസ്ഥമായി നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് കേൾപ്പിക്കാൻ ദൈവം ഉദ്ദേശിച്ചത്. ഇസ്രായേലിന് വേണ്ടി ദൈവം ഒരു കൊയ്ത്തൊരുക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. കൊയ്ത്തിനു മുമ്പേ മുട്ടിട്ട് കഴിഞ്ഞു, പൂപൊഴിഞ്ഞ് മുന്തിരിങ്ങ മൂക്കുമ്പോൾ അവൻ അരിവാൾ കൊണ്ട് വള്ളി മുറിച്ച് ചില്ലി ചെത്തിക്കളയും. അപ്പോൾ ചില്ലി ചെത്തി കഴിഞ്ഞിട്ടാണ് ഈ കൊയ്ത്ത്. ഇസ്രായേലിന് വേണ്ടി ചില്ലി വെട്ടാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കാലം വെച്ചിട്ടുണ്ട്. ഇതാണ് യാക്കോബിന്റെ കഷ്ടകാലം. അപ്പൊ ചില്ലി വെട്ടുന്ന കാലം കഴിഞ്ഞാൽ ഇസ്രായേലിന് വേണ്ടി ദൈവം ഒരു കൊയ്ത്തുകാലം വെച്ചിരിക്കുകയാണ്. ഇത് സർവജാതികളെയും ദൈവം കാഹളം ഊതിപ്പിച്ച് കേൾപ്പിക്കാൻ പോകുകയാണ്.
ഇന്ന് പകൽക്കാലം ചില്ലി പറ്റുന്ന കാലത്തിലൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലേ, എന്റെ ദൈവം പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി എന്റെ ദൈവം ഒരു കൊയ്ത്ത് കാലം ഒരുക്കി വെച്ചിട്ടുണ്ട്. എത്ര പേർ കടന്നൊന്ന് വിശ്വസിക്കാൻ തയ്യാറാണ് ഇന്ന് പകൽക്കാലം? എന്റെ ദൈവം പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി ഒരു കൊയ്ത്ത് കാലം വെച്ചിട്ടുണ്ട്, ഒരു കൊയ്ത്ത് കാലം വെച്ചിട്ടുണ്ട്. യോഹന്നാൻ പറയുന്നു, അധികം ഫലം കായ്ക്കേണ്ടതിന് വേണ്ടിയാണ് ഞാൻ ചെത്തുന്നത്. കായ്ക്കുന്നൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിങ്ങളെ ചെത്തുന്ന കാലം കഴിഞ്ഞാൽ നിങ്ങൾ ഫലം കൊടുത്ത് കൊയ്ത്തിന് വേണ്ടി എന്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു കാലം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് കടന്നൊന്ന് വിശ്വസിക്കുന്ന എത്ര പേർ ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്നുണ്ട്? ഇനി എങ്ങനെയാണ് ദൈവം ചെത്തിയതെന്ന് നോക്കാൻ നമുക്കൊന്ന് പെട്ടെന്നൊന്ന് വായിച്ചേ. നിങ്ങൾ അതിന്റെ 1-ാമത്തെ വാക്യം. അയ്യോ, കൂശിലെ നദികൾക്കരികെ ചിറക് കിരികിരിക്കുന്നതും കടൽ വഴിയായി വെള്ളത്തിന്മേൽ ഞാങ്ങണ കൊണ്ടുള്ള തോണികളിൽ ദൂതന്മാരെ അയക്കുന്നതുമായ ദേശമേ. അപ്പൊ ദൂത് പോകുന്നത് എത്യോപ്യയോടാണ്. എത്യോപ്യ അവിടെയുള്ള ദൂതന്മാർ എന്തോ ചെയ്യാൻ പോകുകയാണ്. അവരെന്താ ചെയ്യുന്നത്? അതിന് 2-ാമത്തെ വാക്യം. ശീഘ്രദൂതന്മാരെ, നിങ്ങൾ ദീർഘകായന്മാരും മൃദുചർമ്മികളുമായ ജാതിയുടെ അടുക്കൽ. ഒന്ന്, ശീഘ്രദൂതന്മാർ അഥവാ അംബാസിഡേഴ്സ്, സ്ഥാനാധിപതികൾ. എത്യോപ്യയിലെ സ്ഥാനാധിപതികൾ സഖ്യകക്ഷികളായി തീരാൻ 2 ജാതികളിലേക്ക് പോകുകയാണ്. ഒന്ന്, ദീർഘകായകന്മാരും മൃദുചർമ്മികളുമായ ജാതിയുടെ അടുക്കലേക്ക് പോകുകയാണ്. 2, ആരാണ് 2? മൃദുചർമ്മികളുമായ ജാതികളുടെ അടുക്കൽ. അതൊന്ന്. 2-ാമത്തത് അടുത്ത വാക്യം. ആരംഭം മുതൽ ഇന്ന് വരെ ഭയങ്കരമായിരിക്കുന്ന ജാതിയുടെ അടുക്കൽ, അളക്കുന്നതും ചവിട്ടിക്കളയുന്നതും നദികൾ ദേശത്തെ വിഭാഗിക്കുന്നതുമായ ജാതിയുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ. അപ്പൊ എത്യോപ്യ 2 രാഷ്ട്രങ്ങളുടെ മേൽ. എന്റെ സൗണ്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ അല്ലേ? നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും എന്റെ സൗണ്ട് കൃത്യമായി വരാത്തത്. അപ്പൊ ഞാൻ കുറച്ച് സാവധാനത്തിലാണ് പോണത്. എത്യോപ്യയോട് ബന്ധപ്പെട്ട് അവരുടെ സ്ഥാനാധിപതികൾ 2 ജാതികളുടെ അടുക്കിലേക്ക് പോകുകയാണ്. 2 രാഷ്ട്രങ്ങളുടെ അടുക്കിലേക്ക് പോകുന്നു. സഖ്യകക്ഷികളാകാൻ, ഇസ്രായേലിനെതിരെ ഒന്നിക്കാൻ. ഒന്ന്, ദീർഘകായകന്മാർ, ഉയരമുള്ള പൊക്കമുള്ള വലിയ ഗടാഗടിയന്മാർ. 2, ലോകാരംഭം മുതൽ, യുഗത്തിന്റെ ആരംഭം മുതൽ സകല ജാതികളെയും ചവിട്ടിക്കളയുന്ന മറ്റൊരു രാഷ്ട്രം. ഇങ്ങനെ 3 രാഷ്ട്രങ്ങൾ ഒരുമിച്ച് ഇസ്രായേലിനെതിരെ ഒന്നിക്കാൻ പോകുകയാണ്, ചില്ലി വെട്ടാൻ പോകുകയാണ്. ആരാണ് ഈ രാഷ്ട്രങ്ങൾ? നിങ്ങൾ യെശയ്യാവിന്റെ പുസ്തകം 45-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മിസ്രൈമിന്റെ അധ്വാന ഫലവും കൂശിന്റെ വ്യാപാര ലാഭവും ദീർഘകായന്മാരായ സെബായരും നിന്റെ അടുക്കൽ. 3 രാഷ്ട്രങ്ങളുടെ പേര് അവിടെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഒന്ന്, ലോകാരംഭം മുതൽ, യുഗത്തിന്റെ ആരംഭം മുതൽ ചവിട്ടിക്കളഞ്ഞ ഭയങ്കര ദേശം എന്ന് പറയുന്നത് മിസ്രയീം, അതികായകർ എന്ന് പറയുന്ന സെബായർ. 3, എത്യോപ്യ. ഇങ്ങനെ 3 രാജ്യങ്ങളും കൂടെ
ഒരുമിച്ച് ചില്ലി വെട്ടാൻ വേണ്ടി, തകർത്ത് കളയാൻ വേണ്ടി ഇസ്രായേലിനെതിരെ കടന്നു വരുമ്പോൾ തമ്പുരാൻ പറയുന്നു, ലോകരാജ്യങ്ങൾ മുഴുവനും പറയുകയാണ്, ലോകരാഷ്ട്രങ്ങൾ മുഴുവനും പറയുകയാണ്, ഇസ്രായേൽ തീർന്നുപോയി, ഇസ്രായേലിന് എഴുന്നേൽക്കാൻ കഴിയുകയില്ല. ഇത്രയും വമ്പൻ രാജ്യങ്ങൾ ഒരുമിച്ച് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ കടന്നു വരുമ്പോൾ അവരുടെ അവസാനം അവർക്കിനി ഒരിക്കലും എഴുന്നേൽക്കാൻ കഴിയുകയില്ല എന്ന് ലോകം പറയുമ്പോൾ ദൈവം പറയുന്നു, യെശയ്യാവ് പ്രവചനത്തിൽ പറയുന്നു, പേടിക്കേണ്ട മക്കളെ, പേടിക്കേണ്ട. എത്ര വലിയ രാജ്യങ്ങൾ നിന്നെ ചവിട്ടാൻ കയറി വന്നാലോ നിനക്ക് വേണ്ടി കാഹളമൂതി പറയാൻ പറയുന്ന ഒരു ശബ്ദമുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ നിനക്കതിന്റെ നടുവിൽ ഒരു കൊയ്ത്ത് വെച്ചിരിക്കുകയാണ്, ഞാൻ നിനക്കതിന്റെ നടുവിൽ ഒരു കൊയ്ത്ത് വെച്ചിരിക്കുകയാണ്. പർവ്വതത്തിന്റെ മേൽ കൊടി കയറാൻ പോകുകയാണ്, യുദ്ധത്തിനകത്ത് പർവ്വതത്തിന്റെ മേൽ കൊടി കയറാൻ പോകുകയാണ്. നിനക്ക് വേണ്ടി കൊടിയിറങ്ങി കൊടി കയറ്റുന്ന, പർവ്വതത്തിന്റെ മേൽ കൊടി കയറി നിനക്ക് യുദ്ധവിജയം തരുന്ന ഒരുത്തൻ ജീവിക്കുന്നുണ്ടെന്ന്, ഒരു കൊയ്ത്തൊരുക്കി വെച്ചിട്ടുണ്ടെന്ന് എന്റെ ദൈവം തെളിയിക്കാൻ പോകുകയാണ്. വാക്യം നമുക്ക് ഒന്നും കൂടെ ഒന്ന് വായിക്കാം. 18:3 വായിക്കാമോ നമുക്കൊന്ന്? ഭൂതലത്തിലെ സർവ്വനിവാസികളും ഭൂമിയിൽ പാർക്കുന്നവരുമായുള്ളവരെ, പർവ്വതത്തിന്മേൽ കൊടി ഉയർത്തുമ്പോൾ നിങ്ങൾ പർവ്വതത്തിന്റെ മേൽ കൊടി ഉയരുമോ? ഏത് കൊടി? നിങ്ങൾ യെശയ്യാവ് 11:10 വായിച്ചേ. അവിടെ എഴുതിയിട്ടുണ്ട് ഏതാണ് കൊടി എന്ന്. യെശയ്യാവ് 11:10. അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഇശായി വേരായവനെ എത്ര പേർക്ക് ഉറച്ചൊന്ന് വിശ്വസിക്കാൻ കഴിയും? 3 രാജ്യങ്ങൾ ഒരുമിച്ച് ചില്ലി വെട്ടാൻ വേണ്ടി യാക്കോബിന്റെ അടുക്കലേക്ക്, ഇസ്രായേൽ ഗൃഹത്തിന്റെ അടുക്കലേക്ക് കയറി വരുമ്പോൾ ലോക രാജ്യങ്ങൾ മുഴുവനും പറയുകയാണ്, ഇനി രാഷ്ട്രം ഭൂമിയിൽ ഉണ്ടാവുകയില്ല എന്ന് പറയുമ്പോൾ തമ്പുരാൻ പറയുന്നു, യഹോവ നിസി, അവൻ ഇശായിയുടെ കൊടിയായി, ഇശായിയുടെ കൊടിയായി, അന്നാളിൽ കൊടിയായി ഒരുത്തൻ ഇറങ്ങി വരാൻ പോകുകയാണ്. യഹോവ നിസിയായി എന്റെ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി വരുമെന്ന് ഉറച്ചൊന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവൻ കൊടിയായി ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി കൊയ്ത്തൊരുക്കി വെക്കുന്ന എന്റെ ദൈവമാണെന്ന് കടന്നൊന്ന് വിശ്വസിക്കുന്ന എത്ര പേർ ഇതിനകത്തിരിക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം എന്റെ യുദ്ധമുഖത്ത് കൊടിയായി ഇറങ്ങി വന്ന, യഹോവ നിസിയായി ഇറങ്ങി വന്ന യുദ്ധത്തിൽ ജയം തരുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി ഉണ്ടെന്ന് കടന്നൊന്ന് വിശ്വസിക്കുന്ന എത്ര പേരിനകത്തിരിക്കുന്നുണ്ട്? തീർന്നില്ല. നമുക്ക് യെശയ്യാവ് 45:3 നമുക്കൊന്നും കൂടി ഒന്ന് വായിക്കാമോ? നിന്നെ പേർ ചൊല്ലി വിളിക്കുന്നു. സോറി യെശയ്യാവ് 45:13. ഞാൻ നീതിയിൽ അവനെ ഉണർത്തിയിരിക്കുന്നു, അവന്റെ വഴികളെ അടുത്ത വാക്യം. യഹോവ ഇപ്രകാരം ചെയ്യുന്നു, മിസ്രയീമിന്റെ അധ്വാന ഫലവും കൂശിന്റെ വ്യാപാര ലാഭവും ദീർഘകാലികന്മാരായ സെബായരും നിന്റെ അടുക്കൽ കടന്നു വന്നു. ഒരു മിനിറ്റ്. അപ്പൊ യുദ്ധത്തിന് വേണ്ടി ചില്ലി വെട്ടാൻ വേണ്ടിയാണ്, തകർത്ത് കളയാൻ വേണ്ടിയാണ് കടന്നു വന്നത്. നീ എന്താ സംഭവിക്കുക നോക്കിയേ. കടന്നു വന്ന് വായിച്ചോ. നിനക്ക് കൈവശമാകും. വായിച്ചോ. അവർ നിന്റെ പിന്നാലെ നടക്കും. വായിച്ചോ. ചങ്ങലയിട്ടവരായി അവർ കടന്നു വരും. നിന്നെ ചങ്ങലക്കിടുമെന്ന് പറഞ്ഞാണ്, നിന്നെ തീർത്ത് കളയുമെന്ന് പറഞ്ഞാണ് വന്നത്. എന്നാൽ കൊടിയായി ഒരുത്തൻ ഇറങ്ങി വന്ന് യുദ്ധം കഴിയുമ്പോൾ നിങ്ങൾ അവരെ ചങ്ങലക്കിടാൻ പോകുകയാണ്. എന്നിട്ട് അവർ പറയുന്നൊരു വാക്യമുണ്ട്. അടുത്ത വാക്യം, അവർ നിന്നെ വണങ്ങി, നിന്റെ മധ്യേ മാത്രമേ ദൈവമുള്ളൂ,
അവനല്ലാതെ വേറൊരു ദൈവവും ഇല്ല എന്നിങ്ങനെ പറഞ്ഞ് നിന്നോട് യാചിക്കും. എത്ര പേർക്കൊരു സന്തോഷം വരുന്നുണ്ട്. നിന്നെ തകർത്ത് കളയോ, നിന്നെ ചങ്ങലക്കിടും, നിന്നെ തീർത്ത് കളയോ, നിന്നെ ചവിട്ടിക്കളയുമെന്ന് പറഞ്ഞ് 3 രാജ്യങ്ങൾ ഒരുമിച്ചൊരു കൊച്ചു രാജ്യമായ കേരളത്തിന്റെ അത്രയും വലിപ്പമില്ലാത്ത ഒരു കൊച്ചു രാജ്യത്തിന്റെ അടുക്കിലേക്ക് യുദ്ധം ചെയ്യാൻ കയറി വരുമ്പോൾ എന്റെ ദൈവം പറയാണ്, കാഹളമൂതി ഞാൻ ഈ രാഷ്ട്രങ്ങളുടെ മേൽ ഒരു കാര്യം കേൾപ്പിക്കാൻ പോകുകയാണ്. കൊടിയായി ഞാൻ ഇവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് യുദ്ധം ജയിപ്പിച്ച് ഇവ തകർത്ത് കളയുമെന്ന് പറയുമ്പോൾ ഇവരെ തകർത്ത് കളഞ്ഞ് ദൈവം യുദ്ധവിജയം കൊടുത്ത് ഇസ്രായേലിന് വേണ്ടി ഒരു കൊയ്ത്തൊരുക്കി വെച്ചിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ധൈര്യമായിട്ട് പറ, നിങ്ങൾക്ക് വിരോധമായിട്ട് ശത്രുക്കൾ കടന്നു വരുമ്പോൾ ഒരു കൊടിയായി എനിക്ക് വേണ്ടി കൊയ്ത്തൊരുക്കി വെക്കാൻ, ഒരു കൊയ്ത്തൊരുക്കി വെക്കാൻ, എന്റെ തലമുറയ്ക്ക് ഒരു കൊയ്ത്തൊരുക്കി വെക്കാൻ ഒരുത്തൻ ഇറങ്ങി വരും, ഒരുത്തൻ ഇറങ്ങി വരും. അവന്റെ പേരാണ് യഹോവ നിസി, സാക്ഷാൽ യേശു ക്രിസ്തു. യെശയ്യാവ് 18 അവസാനത്തെ വാക്യം കൂടി വായിച്ച് നിർത്താൻ പോകുകയാണ്. അതിന്റെ അവസാനത്തെ വാക്യം കൂടി ഒന്ന് വായിച്ചേ. ആ കാലത്ത് ദീർഘകായന്മാരും മൃദുചർമ്മികളുമായ ജാതി, ആരംഭം മുതൽ ഇന്ന് വരെ ഭയങ്കരമായിരിക്കുന്ന ജാതി, അളക്കുന്നതും ചവിട്ടിക്കളയുന്നതും നദികൾ ദേശത്തെ വിഭാഗിക്കുന്നതുമായ ജാതി തന്നെ. ഒരു മിനിറ്റ് നിർത്തണമേ. നദികളെ വരെ വിഭാഗിച്ച് യുദ്ധത്തിൽ വിജയം കൊയ്യാൻ കഴിയുന്ന, ചവിട്ടിക്കളയാൻ കഴിയുന്ന ഈ 3 രാഷ്ട്രങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വായിച്ചോ. സൈന്യങ്ങളുടെ യഹോവയുടെ നാമമുള്ള സ്ഥലമായ സിയോൻ പർവ്വതത്തിലേക്ക് സൈന്യങ്ങളുടെ യഹോവയ്ക്ക് തിരുമുൽ കാഴ്ച കൊണ്ടുവരും. കാര്യം തിരിഞ്ഞു. ഇപ്പോൾ രാജാവിനെ കണ്ടുമുട്ടി. ഒരു യഥാർത്ഥ ദൈവമുള്ള ഒരു യഥാർത്ഥ ദൈവം ആരാണ് എന്ന് അവർ തിരിച്ചറിയുമ്പോൾ, കൊടിയായവനെ കാണുമ്പോൾ ഇപ്പോൾ രാജാവിന് കാഴ്ചയുമായിട്ട് അവർ വരാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം എത്ര പേർ ഈ ദൂതിന് മുൻപിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണ്? എന്റെ തലമുറയോട് ബന്ധപ്പെട്ട്, എന്റെ മിനിസ്ട്രിയോട് ബന്ധപ്പെട്ട്, എന്റെ ജോലിയോട് ബന്ധപ്പെട്ട് എനിക്ക് വിരോധമായി ശത്രുക്കൾ കടന്നു വരുമ്പോൾ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തുമെന്ന് പറയുമ്പോൾ യുദ്ധത്തിനകത്ത് ജയത്തിന്റെ കൊടിയായി അവൻ ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി കൊയ്ത്തൊരുക്കി വെക്കുന്ന ഒരു ദൈവം മാത്രമല്ല, അവര് പറയാൻ പോകുകയാണ്, നിന്റെ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന്, നിന്റെ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന്. നിന്റെ ജോലി സ്ഥലത്ത് നിന്റെ മാനേജർ പറയാൻ പോകുന്നു, നിന്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം. അതിനു വേണ്ടിയാണ് ചില്ലി വെട്ടുവാൻ എന്റെ ദൈവം നിന്നെ ഏൽപ്പിച്ചത്. ഉറച്ചൊന്ന് വിശ്വസിക്കുന്ന എത്ര പേർ ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്നുണ്ട്? ഉറച്ചൊന്ന് വിശ്വസിക്കുന്ന എത്ര പേർ ഇതിനകത്തിരിക്കുന്നുണ്ട്? എന്റെ കർത്താവ് പറയുന്നു, നിനക്ക് വേണ്ടി എന്റെ ദൈവം ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യിപ്പിക്കുന്ന ദൈവമാണെന്ന് കടന്നൊന്ന് വിശ്വസിക്കുന്ന എത്ര പേർ ഇതിനകത്തിരിക്കുന്നുണ്ട്? സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് പകൽക്കാലം അങ്ങ് കേൾപ്പിച്ച ആലോചനയ്ക്ക് മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കാഹളം ധ്വനിപ്പിച്ച് ഇറങ്ങി വന്ന യുദ്ധത്തിൽ വിജയം തരുന്ന ഒരു ദൈവം, ഞങ്ങളെ കൊണ്ട് കാഹളം മൂതിപ്പിച്ച ഞങ്ങളുടെ വാഗ്ദാനങ്ങളെ കയ്യിൽ തരുന്ന ഒരു ദൈവം, ആ ദൈവത്തെ പകൽക്കാലം കർത്താവേ ഞങ്ങളൊന്ന് മുറുകെ പിടിക്കുവാൻ കൃപ തരുമാറാകണമേ. ജനത്തെ ഞങ്ങളുടെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വാഗ്ദാനങ്ങൾക്ക് വിരോധമായി കർത്താവ് ഉയർന്നിൽക്കുന്ന എത്ര വലിയ മതിലിന്റെയും കർത്താവെ പൊട്ടിച്ചു മാറ്റി അഗ്നിയായി ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ അവർ ചേർത്ത് പിടിച്ച് ഇന്ന് പകൽക്കാലം കർത്താവയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങളുടെ കയ്യിൽ കൊടുക്കുന്ന ദൈവം അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ മിനിസ്ട്രി ഞങ്ങളുടെ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു, വർദ്ധിപ്പിക്കുമാറാകണം. അങ്ങയുടെ വലിയ കൃപ ധാരാളമായി ചുരിഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. വായിച്ച് സഹായിച്ച എല്ലാ കർത്താവിന്റെ ദാസിമാരോടും അവസരം തന്ന കർത്താവിന്റെ ദാസിയോടും നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.